കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഞങ്ങളുടെ കർത്താവെ, ഈ സമൂഹത്തെയും ഈ ഭവനത്തെയും ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അൽഫോൻസും ഭാര്യ വിമൽ. അപ്പോൾ അൽഫോൻസിന്റെ വിമലിന്റെയും സ്റ്റെഫാനോടെയും നല്ല വീട് ദൈവത്തിന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവ് ഈശോ മിശിഹാ ഈ ഭവനത്തിനും ഇതിൽ വസിക്കുന്നവർക്കും പ്രകാശം ജീവനുമായിരിക്കട്ടെ. ഒരെണ്ണം കത്തിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഈ രൂപങ്ങളും മറ്റെല്ലാ രൂപങ്ങളും ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കാനായി ഞങ്ങൾ രൂപത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് തന്നെ ഞങ്ങളുടെ മധ്യത്തിൽ വസിക്കുകയും പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ രൂപം സ്ഥാപിക്കപ്പെടുന്ന ഈ ഭവനത്തെയും ഈ സ്ഥലത്തെയും ഈ രൂപങ്ങൾ വണങ്ങി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അന്ധകാര ശക്തികളും പൈശാചിക ബന്ധനങ്ങളും തിന്മകളും പാപങ്ങളും തകർച്ചകളും വീഴ്ചകളും വഴക്കുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരാജയങ്ങളും ഇവിടെ നിന്ന് അകന്നു പോകട്ടെ. ഈ രൂപങ്ങൾ വണങ്ങി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ നിറവും വരങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അവിടുത്തെ കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതിനാൽ സഖേവോസ് മുമ്പേ ഓടി വഴിയിലുള്ള ഒരു അത്തിമരത്തിൽ കയറി ഈശോയെ കാത്തിരുന്നു. എന്തെന്നാൽ അവിടത്തേക്ക് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അധ്വാനവും നിങ്ങളുടെ ദൃഢനിശ്ചയവും തീരുമാനവും നല്ല ഭാഗമാണ്. യാഗമാവാൻ അനുദിനവും കുരിശോളം സ്വയമേകി